നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്താണ് ലിയോ മെസ്സി ഇപ്പോഴും ഇങ്ങനെ മാജിക്കൽ പെർഫോമൻസ് നടത്താൻ പ്രാപ്തനാക്കുന്നത്? പ്രതിഭയുണ്ട്, ഒരു സംശയവുമില്ല. പ്രതിഭയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരുന്നാൽ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ഹാർഡ് വർക്ക് കൂടി ചെയ്യണം. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഹാർഡ് വർക്കിന്റെ പ്രതിരൂപമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രതിഭയും ഹാർഡ് വർക്കും ചേരുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. അദ്ദേഹം ട്രെയിനിങ് സെഷന് നേരത്തെ എത്തും. ഏറ്റവും ഒടുവിൽ പോവുക ക്രിസ്ത്യാനോ ആയിരിക്കും. ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഏറ്റവും ഒടുവിൽ അവിടെ വിട്ടു പോവുക ക്രിസ്ത്യാനോ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരുപാട് നമ്മളതൊക്കെ ആഘോഷിച്ചിട്ടുമുണ്ട്. എന്നാൽ ലിയോ മെസ്സിയെ കുറിച്ച് എന്താണ് പറയാൻ? അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. അതാണ് ലിയോ മെസ്സിയുടെ വിജയ രഹസ്യം എന്ന് പറയുന്നു ഇന്റർ മയാമിയുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് ബെൻ യങ്. അദ്ദേഹം ദി മിററിനോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം എന്താണ് മെസ്സിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് പറയുന്നത്. മെസ്സി ഈസ് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്, എ ട്രൂ പ്രൊഫഷണൽ. ട്രെയിനിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് ആദ്യം വരുന്നയാൾ മെസ്സി ആയിരിക്കും, ഒടുവിൽ അവിടെ വിട്ടു പോകുന്നയാളും മെസ്സി ആയിരിക്കും. ഒരു ട്രൂ പ്രൊഫഷണൽ ആണ് അദ്ദേഹം. സ്വന്തമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആക്ടിവേഷൻസ് അദ്ദേഹം നടത്താറുണ്ട്, സ്ട്രെങ്ത് സെഷനുകൾ നടത്താറുണ്ട്. അദ്ദേഹം ഇപ്പം ഒരു ട്രെയിനിങ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഓഫ് കൊടുത്താൽ പോലും അദ്ദേഹം വീണ്ടും ട്രെയിനിങ് നടത്താറുമുണ്ട്. ഇപ്പം ഇന്റർനാഷണൽ ക്യാമ്പ് കഴിഞ്ഞ് വീണ്ടും വന്നാൽ, അർജന്റീനയുടെ ക്യാമ്പ് കഴിഞ്ഞ് വീണ്ടും വന്നാൽ തൊട്ടടുത്ത ദിവസവും വേണമെങ്കിൽ അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ റൂട്ടീൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ടോപ്പിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. അദ്ദേഹം ഇപ്പൊ നമ്മളൊരു കാര്യം, ഒരാളുടെ മികവിന്റെ ചെക്ക് ബോക്സുകൾ ഇട്ടാൽ അതെല്ലാം ടിക്ക് ചെയ്യുന്നയാളാണ്. ഈ പുഷസ് ഹിംസെൽഫ് ബട്ട് ഓൾസോ ഡസ് ഓൾ ഹിസ് റിക്കവറി വർക്ക് എന്നാണ് ഇപ്പോൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ ഇപ്പം ക്രിസ്ത്യാനോയെ പറ്റി നമ്മളിങ്ങനെ കൊട്ടിഘോഷിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പാഷനും അതുപോലെ അദ്ദേഹം ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യവും അദ്ദേഹം ട്രെയിനിങ്ങിന് നേരത്തെ എത്തുന്നതും അദ്ദേഹം വൈകി ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്നതും ഒക്കെ അതുപോലെ തന്നെയാണ് ലിയോ മെസ്സിയും എന്നാണ് ബെൻ യങ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.